ഹായ് ഹലോ, പ്രീതാസ് വ്ലോഗിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്ന് ഞാൻ ഒരു നായക്കുട്ടിയുടെ കഥ പറയാം. ഇവൻ മാർക്കോ എന്നിവന് പേരിടാൻ കാരണം മാർക്കോ സിനിമ റിലീസായതിൻ്റെ അന്നാണ് ഇവൻ ഞങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വരുന്നത്. കുറേ ദിവസങ്ങൾക്ക് മുമ്പ് ഇവൻ ഞങ്ങളുടെ വീടിന് മുൻവശത്തുള്ള ഇടവഴിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത് എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടു. അങ്ങനെ അന്വേഷിച്ചപ്പോൾ ഇത് ആരോ വളർത്തിയ നായയാണെന്ന് മനസ്സിലായി. പിന്നീടാണ് അറിഞ്ഞത് ഇവിടെ അടുത്ത് തന്നെയുള്ളൊരു വീട്ടിലെ വളർത്തിയ നായയാണ്, അവർക്ക് നോക്കാൻ വയ്യാത്തത് കൊണ്ട് തുറന്നു വിട്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. ഇതിൻ്റെ ദയനീയമായ നോട്ടവും വിശപ്പും എല്ലാം കൊണ്ട് നമ്മളിങ്ങനെ നോക്കുന്ന കാണുമ്പോൾ എല്ലാവരും ബ്രെഡോ ബിസ്ക്കറ്റോ ഒക്കെ കൊണ്ടുപോയി റോഡിൽ ഇട്ട് കൊടുക്കുക പതിവായിരുന്നു. ഇത് കഴിച്ചിട്ടങ്ങ് തിരിച്ചു പോവുകയും ചെയ്യും. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഞാനില്ലായിരുന്നു. ആ ദിവസം ഇത് ഞങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വന്നു. അവിടെ എൻ്റെ ഹസ്ബൻഡ് വളരെ നായപ്രേമിയും ഒക്കെ ആയതുകൊണ്ട് മൃഗസ്നേഹിയും ഒക്കെയാണ്. എല്ലാ മൃഗങ്ങളോടും അദ്ദേഹത്തിന് ഭയങ്കര സ്നേഹമാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇത് അവിടെ കയറി വരുന്നത്. ഇത് വന്ന ഉടനെ ഇതിന് കുറേ ചോറും മീനും ഒക്കെ കൊടുത്തു. ഇതിൻ്റെ വയറൊക്കെ അങ്ങ് നിറച്ചു. പിന്നീട് ഇതൊരു സ്ഥിരം പതിവായി ഇതവിടെ വരാൻ തുടങ്ങി. പിന്നീട് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പോകാതെയായി. അപ്പോഴാണ് എല്ലാവരും പറഞ്ഞത്, ഇങ്ങനെ നായ വീട്ടിൽ കയറി വരുന്നത് ദോഷമാണ്, ഇതിനെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് മാറ്റണം. വീട്ടിലുള്ളവരും വരുന്നവരും ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാം ഇതിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കിന് എനിക്ക് ആകെ ടെൻഷനായി. അവനെ എങ്ങനെയും ഇവിടുന്ന് മാറ്റണമെന്നുള്ള ചിന്തയിലും ഇരിക്കുമ്പോഴാണ് ഒരു ചേച്ചി ഞങ്ങളുടെ വീട്ടിൽ വന്നു. ചേച്ചി പറഞ്ഞു, എനിക്കിഷ്ടമായി, ഞാൻ കൊണ്ടുപോയിക്കോളാം, എനിക്ക് തന്നേക്കൂന്ന് പറഞ്ഞു. അങ്ങനെ ഇതിനെ ആ ചേച്ചിക്ക് ഒരു ഓട്ടോറിക്ഷയിൽ കയറ്റി ബെൽറ്റും തൊടലും ഒക്കെ വാങ്ങി അതിനെ കയറ്റി വിട്ടു. ഇവിടെ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ അപ്പുറമാണ് ആ ചേച്ചി താമസിക്കുന്നത്. വൈകിട്ടൊരു 3-3:30 മണിയായപ്പോഴുണ്ട് ഇവൻ തിരിച്ച് അവിടെ നിന്ന് ബെൽറ്റും തൊടലും എല്ലാം പൊട്ടിച്ച് ഞങ്ങളുടെ വീട്ടിൽ തിരിച്ചെത്തി. പിന്നീട് ഇത് എങ്ങനെ ഒഴിവാക്കണമെന്നുള്ള ചിന്തയിൽ ഓരോ ദിവസവും ഇങ്ങനെ കഴിഞ്ഞുപോയി. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ജോലിക്ക് വരുന്ന ഒരു പയ്യൻ പറഞ്ഞു, അവന് കൊടുത്തേക്ക്, അവൻ കൊണ്ടുപോയി നോക്കിക്കോളാമെന്ന് പറഞ്ഞു. അങ്ങനെ അവനെ കൂടെ കൊടുത്തു വിട്ടു. പക്ഷേ അവന് പോകാൻ ഒട്ടും മനസ്സില്ല. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഞങ്ങളെങ്ങനെ നിർബന്ധിച്ച് അവൻ്റെ കയ്യിൽ കൊടുത്തു വിടുകയായിരുന്നു. രാത്രി ഒരു 12-1 മണിയായപ്പോഴുണ്ട് ഇവൻ തിരിച്ച് വീട്ടിലെത്തി. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കുരയ്ക്കുന്നു സൗണ്ടാണ് ഞങ്ങൾ കേൾക്കുന്നത്. പിന്നീട് ഞങ്ങൾ വിചാരിച്ചു, ഇനിയിപ്പോൾ എന്തായാലും എന്ത് ദോഷം വന്നാലും അവനെ ഇനിയിപ്പോൾ ആർക്കും കൊടുക്കുന്നില്ല, ഇവിടെ നിൽക്കട്ടെ എന്ന് കരുതി. അങ്ങനെ ഞങ്ങളുടെ കൂടെ ഇപ്പോൾ വളരെ ഓമനയായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ കെട്ടിയിടാൻ മാത്രം സമ്മതിക്കത്തില്ല. കെട്ടിയിട്ട് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കും. ഇപ്പം ഉണ്ടായ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, ഇത് അവൻ്റെ ഗേൾ ഫ്രണ്ടാണ്. ഈ പട്ടി എങ്ങനെയെങ്കിലും മതിൽ ചാടിയെങ്കിലും ഇവിടെ വരും. ഇവൻ്റെ അടുത്ത് കുറച്ച് നേരം ചിലവഴിക്കും, തിരിച്ചു പോകും. നമ്മളെ ആരെങ്കിലും കണ്ടാൽ ഇത് ഭയങ്കര ഓട്ടമാണ്. ഞങ്ങൾ വടിയെങ്ങാനും എടുത്ത് ഓടിക്കുകയും ചെയ്യും. വടിയെങ്ങാനും എടുക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ഇവർക്ക് ഭയങ്കര പേടിയാണ്. നമ്മളെ കാണുമ്പോഴേ മതിൽ ചാടി ഓടിപ്പോകുന്നതും പതിവാണ്. പക്ഷേ നമ്മളില്ലാത്ത സമയത്ത് ഇവളിവിടെ നിത്യ സന്ദർശകയാണെന്ന് മനസ്സിലായി. വരും, പിന്നെ എന്തെങ്കിലും കൊടുത്തതിൻ്റെ ബാക്കിയൊക്കെ പാത്രത്തിലുണ്ടെങ്കിൽ അതൊക്കെ കഴിക്കും. പിന്നെ കുറേ നേരം ഇവനോടൊപ്പം ഇവിടെ ചിലവഴിച്ചിട്ടാണ് പോകുന്നത്. ഇതിന് ഞങ്ങൾ ഇവനെ കുറേ വഴക്ക് പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അവൻ മൈൻഡ് ചെയ്യാതെ നിന്നാലും ഇവൾ പോകത്തില്ല, ഇങ്ങനെ നിൽക്കുകയാണ്. പോകാതെ ഇങ്ങനെ നമ്മളെ കാണുമ്പോൾ മാത്രം ഇത് പേടിച്ചോടും, അല്ലെങ്കിൽ ഇതിവിടെ ഇങ്ങനെ നിൽക്കും. അതാണ് പതിവ്. പക്ഷേ ഇവിടെ കിടക്കത്തൊന്നുമില്ല, വന്ന് കുറച്ച് നേരമൊക്കെ നിന്നിട്ട് അങ്ങ് പോകുന്നതാണ് പതിവ്. അത് ഒന്നാമത് ഒരെണ്ണത്തിനെ കൊണ്ട് തന്നെ നമ്മൾ വിഷമിച്ചിരിക്കുമ്പോഴാണ് ഇതിൻ്റെ വരവ്. എന്തായാലും കൊള്ളാം, ഇപ്പോൾ ഇതിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്. ഇത് ഞങ്ങൾ വീടിൻ്റെ അപ്പുറത്തെ വീട്ടിൽ അവരാരും ഇല്ലായിരുന്നു അവിടെ കുറേ ദിവസം. അങ്ങനെ ആ വീട്ടിൽ പ്രസവിച്ചു 7 കുട്ടികളുണ്ട്. ഇതിൻ്റെ എല്ലാം ഉത്തരവാദിത്വം ഈ മാർക്കോയ്ക്കാണെന്നാണ് എല്ലാവരും പറയുന്നത്. എല്ലാം മാർക്കോയുടെ കുട്ടികളാണെന്നാണ് പറയുന്നത്. എന്തായാലും ഇപ്പോൾ അവർക്ക് വലിയ കംപ്ലൈൻ്റ് ഒന്നും ഇല്ലാത്ത വീട്ടുകാരായതുകൊണ്ട് അസുഖം പ്രസവിച്ച് അവിടെ കിടക്കുകയാണ്. ഇപ്പോൾ ആ വീട്ടുകാർ വന്നു എങ്കിലും അവർക്ക് കുഴപ്പമൊന്നുമില്ല. അവർ പറയുന്നത് അതിനെന്താ സാരമില്ല എന്ന് കരുതി അതിന് പാലും ആഹാരവും ഒക്കെ കൊടുത്ത് അവരവിടെ ഇട്ടിരിക്കുകയാണ്. എന്തായാലും കണ്ണ് തുറന്നിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാമെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ കുട്ടികളൊന്നും കണ്ണ് തുറന്നിട്ടില്ല. ഇതിൽ കൂടുതൽ പെൺകുട്ടികളാണെന്നാണ് എല്ലാവരും പറയുന്നത്.
എന്തായാലും നമ്മൾ പഞ്ചായത്തിലെല്ലാം അറിയിച്ചു, പക്ഷേ അവർക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ പഞ്ചായത്തിലൊന്നും ആരും പട്ടികളെ എടുത്തുകൊണ്ട് പോകാൻ ആരും ഇല്ലാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് ഞങ്ങൾ ആകെ വിഷമിച്ചിരിക്കുകയാണ്. ഇത്രയും കുട്ടികളും കൂടെ വളർന്നു വന്നാലുള്ള സ്ഥിതി ഒന്ന് ഓർത്ത് നോക്ക്. പണ്ടൊക്കെ ആണെങ്കിൽ എല്ലാവരും ഓരോ കുട്ടികളെ പട്ടിക്കുട്ടികളൊക്കെ എടുത്തുകൊണ്ട് പോകുന്ന പതിവുണ്ട്. ഇപ്പോൾ ആർക്കും വേണ്ട. അങ്ങനെ ഈ കുട്ടികളിപ്പോൾ അവരുടെ വീട്ടിൽ സസുഖം വാണരുളുകയാണ്. ഇതിലെല്ലാം കൂടുതലും പെൺകുട്ടികളാണെന്നാണ് പറയുന്നത്. നമ്മളിതുവരെ കണ്ണ് തുറക്കാത്തതുകൊണ്ട് ആരും തൊട്ട് നോക്കിയിട്ടില്ല. പാലൊക്കെ കുടിച്ച് അങ്ങനെ വളരുകയാണ്. എല്ലാം നല്ല കുട്ടികളാണ് കേട്ടോ. മാർക്കോയുടെ കുട്ടികളാണെന്നാണ് എല്ലാവരും പറയുന്നത്. എന്തായാലും കൊള്ളാം മാർക്കോയുടെ. പക്ഷേ ഭയങ്കര സ്നേഹമുള്ള നായയാണ് മാർക്കോ. അമിതമായ സ്നേഹമാണ്. സ്നേഹം കൊണ്ട് നമുക്ക് ശല്യമാവുന്ന രീതിയിലുള്ള സ്നേഹം അവൻ്റേത്. നമ്മളെ എങ്ങും ഇരിക്കാൻ സമ്മതിക്കത്തില്ല. നമ്മുടെ കൂടെ അങ്ങ് ഭയങ്കര ഇതാണ്. ഞാൻ കൂടുതലങ്ങനെ അടുപ്പിക്കാറില്ല. ഇവിടെ എൻ്റെ ഹസ്ബൻഡും മക്കളുമാണ് ഇവനുമായിട്ട് ഏറ്റവും കൂടുതൽ സ്നേഹം കാണിക്കുന്നത്. പിന്നെ അവിടെ വരുന്ന ആൾക്കാർ എല്ലാം മാർക്കോ എന്ന് വിളിച്ചാൽ മതി, എല്ലാവരെയും അവനറിയാം. ആരെയും ഇതുവരെ കടിച്ചിട്ടൊന്നുമില്ല. വളരെ സ്നേഹത്തോടെ അങ്ങനെ പോവുകയാണ്. നമുക്ക് എങ്ങും ഇരിക്കാനും നോക്കത്തില്ല. ഇരുന്ന് കഴിഞ്ഞാൽ ഉടനെ നമ്മുടെ പുറത്ത് ചാടി കയറുന്ന ഒരു സ്വഭാവമുണ്ട്. എന്തായാലും ഇഞ്ചക്ഷനൊക്കെ എടുത്ത് നമ്മൾ അവിടെ നിർത്തിയിരിക്കുകയാണ്. കെട്ടിയിടാത്തത് കൊണ്ട് മാത്രം നമുക്ക് പേടിയുണ്ട്. കെട്ടിയിടാൻ മാത്രം അവൻ സമ്മതിക്കത്തില്ല. അന്നേരത്തേനും അവിടെ ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കും. അവിടെ കിടന്ന് കരയുകയും കൂവുകയും ഒക്കെ ചെയ്യും. എന്ന് വെച്ചാൽ കൊച്ചുനാളിൽ അവരങ്ങനെ വളർത്തിയത് കൊണ്ടാണ്. നമ്മളെ കയ്യിൽ കൊച്ചുനാളിലെ കിട്ടിയിരുന്നെങ്കിൽ നമ്മളതെങ്ങനെയും വളർത്തി എടുത്തേനെ. പക്ഷേ ഇതിപ്പോൾ ഈ പ്രായത്തിലല്ലേ കിട്ടിയത്, അതുകൊണ്ടാണ്. ബാക്കി പറയുന്നതെല്ലാം അവന് മനസ്സിലാവുന്നുണ്ട്. ഭയങ്കര സ്നേഹമാണ് എല്ലാവരോടും. അതുകൊണ്ട് ഇപ്പം ഞങ്ങളുടെ വീട്ടിലിങ്ങനെ വളർന്നു വരികയാണ് മാർക്കോ. ഇതാണ് മാർക്കോയുടെ കഥ. ഇവിടങ്ങളിലുള്ള ആൾക്കാരെല്ലാവരും കൂടെ ചേർന്നാണ് ഇവന് മാർക്കോ എന്ന് പേരിട്ടത്. പയ്യന്മാരുടെയൊക്കെ ഒരു ഉറ്റ മിത്രമായിട്ടാണ് വളരുന്നത് ആശാൻ. എന്തായാലും ഇനി ദോഷമാണെങ്കിലും അല്ലെങ്കിലും ഇപ്പോൾ മാർക്കോ സസുഖം ഞങ്ങളുടെ വീട്ടിൽ വളരുകയാണ്. ഇനി ഇതിലെന്തെങ്കിലും കുഴപ്പമുണ്ടാവുമോ എന്നുള്ളത് അറിയാൻ വയ്യ. എന്തായാലും ഒരു മിണ്ടാപ്രാണിക്ക് ആഹാരം കൊടുത്തതുകൊണ്ട് ഒരു ദോഷവും വരത്തില്ലെന്നാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ അഭിപ്രായം. അങ്ങനെ അവൻ സസുഖം ഞങ്ങളുടെ വീട്ടിൽ വാണരുളുകയാണ്. ബാക്കി എന്തൊക്കെ ഉണ്ടെന്നുള്ളത് പിന്നീട് മറ്റൊരു വീഡിയോയിൽ ഞാൻ പറയാം. ഇപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇവനെക്കുറിച്ച് പറയാം. എന്തായാലും 7 കുട്ടികളുടെ അച്ഛനായിട്ട് ഇപ്പം മാർക്കോ ഞങ്ങളുടെ കൂടെ ഉണ്ട്.